ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന പതിവ് പോലെ തന്നെ നമുക്ക് ഡെയിലി ലൈഫിൽ ആവശ്യമായിട്ട് വരുന്ന ഒരുപാട് സെൻറ്റൻസസും അതിൻ്റെ ട്രാൻസ്ലേഷനുമാണ്. ഇനി ഒരാൾക്കും ഡൗട്ട് കൂടാതെ തന്നെ ക്ലിയർ ആയിട്ട് പറയാം. മിക്കവാറും നമ്മളൊക്കെ പലതവണയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവാം, പക്ഷേ ഇംഗ്ലീഷിൽ എങ്ങനെ പറയുമെന്നറിയാത്തത് കൊണ്ട് മാത്രം നമ്മളൊന്ന് പുറകോട്ട് വലിഞ്ഞിട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ ഇനി ആരും പുറകോട്ട് വലിയേണ്ടതില്ല, എല്ലാവർക്കും കോൺഫിഡൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ഒരു വീഡിയോ പോലും മിസ്സാവാതെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ കൂടെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സമയം ഒട്ടും പാഴാക്കുന്നില്ല, വീഡിയോയിലേക്ക് പോവാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ അവൻ വിദേശത്താണ്. അവൻ വിദേശത്താണ് എങ്ങനെ പറയാം? പലപ്പോഴും നമുക്ക് പറയേണ്ടതായിട്ട് വരാം അല്ലേ. നമ്മുടെ ഇപ്പോൾ ആരെങ്കിലും വിദേശത്താണ്, ഇപ്പം നമ്മളോട് വേറെ ഒരാൾ അവൻ എവിടെയെന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ പറയാം? അവൻ വിദേശത്താണ്. എങ്ങനെ അത് ഇംഗ്ലീഷിൽ പറയുക? വിദേശത്ത് എന്നുള്ളതിന് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് അബ്രോഡ്. അബ്രോഡ്. അപ്പം നമ്മളതിനെ സെൻറ്റൻസിലേക്ക് മാറ്റുന്ന സമയത്ത് എങ്ങനെ പറയാം? ഹി ഈസ് അബ്രോഡ്. വിദേശത്ത് ആണ്. ഹി ഈസ് അബ്രോഡ്. അവൻ വിദേശത്താണ്. ഹി ഈസ് അബ്രോഡ്. ഇനി വിദേശത്തായിരുന്നു എന്നെങ്ങനെ പറയാം? അവൻ വിദേശത്തായിരുന്നു. അവൻ വിദേശത്ത് ആയിരുന്നു. എങ്ങനെ പറയാം? ഹി വാസ് അബ്രോഡ്. ഹി വാസ് അബ്രോഡ്. കഴിഞ്ഞു പോയതാണ്, ആയിരുന്നു അല്ലേ, പ്രസൻ്റ്ലി അല്ല. അപ്പോൾ എങ്ങനെ പറയാം? ഹി വാസ് അബ്രോഡ്. ഇനി അവൻ വിദേശത്തേക്ക് പോകും. അവൻ വിദേശത്തേക്ക് പോകും. ഇപ്പം നടന്നിട്ടില്ല, നടക്കാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ എങ്ങനെ പറയാം? ഹി വിൽ ഗോ അബ്രോഡ്. ഹി വിൽ ഗോ അബ്രോഡ്. അവൻ വിദേശത്തേക്ക് പോകും. ഹി വിൽ ഗോ അബ്രോഡ്. ഇനി അവൾ നാട്ടിലാണ്. എങ്ങനെ പറയാം? അവൾ നാട്ടിലാണ്. ഇപ്പോൾ ഗൾഫിലുള്ള നമ്മുടെ ഹസ്ബൻഡിനോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവൾ നാട്ടിലാണ് എങ്ങനെ പറയും? ഷീ ഈസ് ഇൻ ദി കൺട്രി. ഷീ ഈസ് ഇൻ ദി കൺട്രി. അവൾ നാട്ടിലാണ്. ഷീ ഈസ് ഇൻ ദി കൺട്രി. എനിക്ക് ഉറപ്പാണ്. എങ്ങനെ പറയാം ഇംഗ്ലീഷിൽ? എനിക്ക് ഉറപ്പാണ്. ഐ എം ഷുവർ. ഉറപ്പാണ് എന്നുള്ളത് എങ്ങനെ പറയാം? ഷുവർ. എനിക്ക് ഉറപ്പാണ് എന്ന് നമ്മൾ എങ്ങനെ പറയാം? ഐ എം ഷുവർ. ഐ എം ഷുവർ. എനിക്ക് ഉറപ്പാണ്. നീ എപ്പോൾ എത്തി? നീ എപ്പോൾ എത്തി? ഗൾഫിൽ നിന്നൊക്കെ വന്നതാണെങ്കിൽ നമ്മൾ ചോദിക്കില്ലേ, നീ എപ്പോൾ എത്തി? നീ എപ്പോൾ എത്തി? വെൻ ഡിഡ് യു അറൈവ്? വെൻ ഡിഡ് യു അറൈവ്? വെൻ ഡിഡ് യു അറൈവ്? പറയുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്കും കൂടി കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വെൻ ഡിഡ് യു അറൈവ്? അറൈവ്. നീ എപ്പോൾ എത്തി? നീ എന്നെ അറിയുമോ? നീ എന്നെ അറിയുമോ? ഡു യു നോ മീ? ഡു യു നോ മീ? നീ എന്നെ അറിയുമോ? ഡു യു നോ മീ? എന്താ കാര്യം? എന്താ കാര്യം? വാട്ട് ഈസ് ദ മാറ്റർ? വാട്ട് ഈസ് ദ മാറ്റർ? വാട്ട് ഈസ് ദ മാറ്റർ? വാട്ട് ഈസ് ദ മാറ്റർ? എന്താ കാര്യം? നിനക്കെന്നെ ഓർമ്മയുണ്ടോ? നിനക്കെന്നെ ഓർമ്മയുണ്ടോ? ഡു യു റിമെമ്പർ മീ? ഡു യു റിമെമ്പർ മീ? നമ്മൾ പഴയ ഒരു സുഹൃത്തിനെയൊക്കെ കണ്ട് കഴിഞ്ഞാൽ, ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ ചോദിക്കും, നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ? എങ്ങനെ ചോദിക്കും? ഡു യു റിമെമ്പർ മീ? ഡു യു റിമെമ്പർ മീ? നിനക്ക് എന്നെ ഓർമ്മയുണ്ടോയെന്ന് അല്ലേ. ഇനി ഞാൻ ചിലപ്പോൾ നാളെ വന്നേക്കാം. ഞാൻ ചിലപ്പോൾ നാളെ വന്നേക്കാം. ഞാൻ ചിലപ്പോൾ നാളെ വന്നേക്കാം. ഐ മൈറ്റ് കം ടുമോറോ. ഐ മൈറ്റ് കം ടുമോറോ. ഐ മൈറ്റ് കം ടുമോറോ. എന്നോട് സത്യം പറയേ. എന്നോട് സത്യം പറയേ. ടെൽ മീ ദ ട്രൂത്ത്. ടെൽ മീ ദ ട്രൂത്ത്. എന്നോട് സത്യം പറയേ. ടെൽ മീ ദ ട്രൂത്ത്. ഇനിയും വേണോ? ഇനിയും വേണോ? നമ്മളിപ്പം ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആദ്യം ഒരു ട്രിപ്പ് കൊടുത്തു, ഇനിയും വേണോ എങ്ങനെ ചോദിക്കും? ഡു യു വാണ്ട് മോർ? ഡു യു വാണ്ട് മോർ? ഇനിയും വേണോ? ഡു യു വാണ്ട് മോർ? അത്രയും സെൻറ്റൻസ് ക്ലിയർ ആണല്ലോ അല്ലേ. ഞാൻ പറയുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് സെൻറ്റൻസ് പറയാനും കിട്ടും, നിങ്ങൾ കുറച്ചുകൂടി ഫ്ലുവൻ്റ് ആകുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് പല തവണയായിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഇനി ഇപ്പോൾ സമയം എത്രയായി? ഇപ്പോൾ സമയം എത്രയായി?
What time is it now? ഇപ്പോൾ സമയം എത്രയായി? What time is it now? എത്ര നാളായി കണ്ടിട്ട്? എത്ര നാളായി കണ്ടിട്ട്? നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരാളെ കാണുകയാണെങ്കിൽ ചോദിക്കാം അല്ലേ, എത്ര നാളായി കണ്ടിട്ട്? How long have you seen me? How long have you seen me? How long have you seen me? എത്ര നാളായി കണ്ടിട്ട്? എനിക്ക് അവനെ സഹായിക്കണം. എനിക്ക് അവനെ സഹായിക്കണം. I want to help him. I want to help him. എനിക്ക് അവനെ സഹായിക്കണം. I want to help him. ഇത് പറ്റില്ല. ഇത് പറ്റില്ല. എങ്ങനെ പറയും? ഇത് പറ്റില്ല. This can be. This can be. ഇത് പറ്റില്ല. This can be. നിങ്ങൾ ബാഗ് വാങ്ങാൻ പോവുകയാണോ? നിങ്ങൾ ബാഗ് വാങ്ങാൻ പോവുകയാണോ? അപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ ഏകദേശം സമയം ആയിക്കൊണ്ടിരിക്കുന്നു അല്ലേ? അപ്പോൾ നമ്മൾ ഏകദേശം കുട്ടികൾക്ക് ബാഗൊക്കെ വാങ്ങാൻ പോവേണ്ട സമയമായി. അപ്പോൾ എങ്ങനെ ചോദിക്കാം? നിങ്ങൾ ബാഗ് വാങ്ങാൻ പോവുകയാണോ? Are you going to buy the bag? Are you going to buy the bag? നിങ്ങൾ ബാഗ് വാങ്ങാൻ പോവുകയാണോ? Are you going to buy the bag? എല്ലാം നന്നായിരിക്കുന്നു. എല്ലാം നന്നായിരിക്കുന്നു. എങ്ങനെ പറയും? എല്ലാം നന്നായിരിക്കുന്നു. എവ്രിതിങ് ഈസ് ഫൈൻ. എവ്രിതിങ് ഈസ് ഫൈൻ. എല്ലാം നന്നായിരിക്കുന്നു. എവ്രിതിങ് ഈസ് ഫൈൻ. നീ എന്താ ഉദ്ദേശിച്ചത്? നീ എന്താ ഉദ്ദേശിച്ചത്? വാട്ട് ഡിഡ് യു മീൻ? വാട്ട് ഡിഡ് യു മീൻ? നീ എന്താണ് ഉദ്ദേശിച്ചത്? വാട്ട് ഡിഡ് യു മീൻ? നീ എന്താ ഇത്രയും വൈകിയത്? നീ എന്താ ഇത്രയും വൈകിയത്? വൈ ആർ യു സോ ലേറ്റ്? വൈ ആർ യു സോ ലേറ്റ്? നീ എന്താ ഇത്രയും വൈകിയത്? വൈ ആർ യു സോ ലേറ്റ്? വൈ ആർ യു സോ ലേറ്റ്? നീ എന്താ ഇത്രയും വൈകിയത്? ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് രണ്ട് രീതിയിലും പറയാം. വന്നുകൊണ്ടിരിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം നമുക്ക് എങ്ങനെ പറയാം? ഐ എം കമ്മിങ് എന്ന് പറയാം അല്ലേ? കമ്മിങ്. കം എന്ന് പറഞ്ഞാൽ വരിക. കമ്മിങ് എന്ന് പറഞ്ഞാൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഐ എം കമ്മിങ്. ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു യാത്രയിലൊക്കെയാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് എങ്ങനെ പറയാം? ഐ എം ഓൺ ദ വേ. ഐ എം ഓൺ ദി വേ. അധിക ദൂരം പോകരുത്. അധിക ദൂരം പോകരുത്. എങ്ങനെ പറയാം? ഡോണ്ട് ഗോ ടു ഫാർ. ഡോണ്ട് ഗോ ടു ഫാർ. അധിക ദൂരം പോകരുത്. ഡോണ്ട് ഗോ ടു ഫാർ. എനിക്ക് സമയമില്ല. എനിക്ക് സമയമില്ല. ഐ ഡോണ്ട് ഹാവ് ടൈം. ഐ ഡോണ്ട് ഹാവ് ടൈം. എനിക്ക് സമയമില്ല. ഐ ഡോണ്ട് ഹാവ് ടൈം. ഇന്ന് ഭയങ്കര ചൂടാണ് അല്ലേ? ഇന്ന് ഭയങ്കര ചൂടാണ്. എങ്ങനെ പറയും? ഇറ്റ്സ് ടു ഹോട്ട് ടുഡേ. ഇറ്റ്സ് ടു ഹോട്ട് ടുഡേ. ഇറ്റ്സ് ടു ഹോട്ട് ടുഡേ. ഇന്ന് ഭയങ്കര ചൂടാണ്. എന്നെ ശല്യം ചെയ്യരുത്. എന്നെ ശല്യം ചെയ്യരുത്. എങ്ങനെ പറയും? ഡോണ്ട് ഡിസ്റ്റർബ് മീ. ചില സമയത്തൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരാൾ വന്ന് ഇടയ്ക്ക് കയറി സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കതൊരു ചെറിയ ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നും അല്ലേ? നമ്മൾ എന്നെ ശല്യം ചെയ്യരുത്. എങ്ങനെ പറയാം? ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഡോണ്ട് ഡിസ്റ്റർബ് മീ. അപ്പം നമ്മൾ ഇന്നൊരു 25 സെൻറ്റൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അതായത് നമുക്ക് യൂസ്ഫുൾ ആകും എന്ന് എനിക്ക് ഉറപ്പുള്ള സെൻറ്റൻസാണ്. കാരണം നമ്മൾ നിത്യജീവിതത്തിൽ ഒരുപാട് സമയം അല്ലെങ്കിൽ ഒരുപാട് തവണ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്ന സെൻറ്റൻസുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ പൂർണ്ണമായിട്ടും പ്രാക്ടീസ് ചെയ്ത് ഫ്ലുവൻ്റ് ആക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അതുപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കൂടി ഉപകാരപ്രദമാകട്ടെ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ സജഷൻസ് ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതും കമൻസ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. തുടർന്നും ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് വരാം. അതുവരേക്കും ടാറ്റാ.